CSK കംബാക്ക് പോസിബിൾ ആണോ? മുംബൈക്ക് പ്ലേ ഓഫ് ചാൻസ് ഉണ്ടോ? ചില ടീമുകൾ ഓൾമോസ്റ്റ് ക്വാളിഫൈഡ്, ചില ടീമുകൾക്ക് ഇനി ഓരോ മത്സരവും ഫൈനൽ പോലെയാണ്. അതിലും ഷോക്കിംഗ് ആയ കാര്യം എന്തെന്നാൽ ചില വമ്പൻ ടീമുകൾ ഇപ്പോഴും പുറത്താകാൻ വെറും ഒരു തോൽവി മാത്രം മതി. IPL 2026 പ്ലേ ഓഫ് റേസ് ഇപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയി മാറിയിരിക്കുകയാണ്. ആരൊക്കെയാണ് പ്ലേ ഓഫിലെത്തുക? നിങ്ങളുടെ ടോപ്പ് 4 പ്രഡിക്ഷൻ കമന്റ് ചെയ്യൂ. അപ്പോൾ നമുക്ക് ഈ സീസണിലെ പ്ലേ ഓഫ് റേസ് വിശദമായി നോക്കാം. ആരൊക്കെയാണ് സേഫ്, ആരാണ് ഡേഞ്ചർ സോണിൽ, ആരൊക്കെ പ്ലേ ഓഫ് കളിക്കും? ഒരു സൈഡിൽ കംഫർട്ടബിൾ ആയി മുന്നേറുന്ന ടീമുകൾ, മറ്റൊരു സൈഡിൽ സർവൈവൽ മോഡിൽ കളിക്കുന്ന ടീമുകൾ. ഈ സീസൺ കൺസിസ്റ്റൻസി കൊണ്ട് എല്ലാവരെയും സർപ്രൈസ് ചെയ്ത ടീമാണ് സൺറൈസേഴ്സ് ഹൈദരാബാദ്. ബാറ്റിംഗ് ഫയർ, ബൌളിംഗ് ബാലൻസ്ഡ്, മൊമെന്റം ഫുൾ കൺട്രോൾ. അതേസമയം RCB ഈ തവണ സ്ട്രോങ് പൊസിഷനിൽ തന്നെയുണ്ട്. ലീഗ് സ്റ്റേജിൽ ആധിപത്യം കാണിച്ചാലും പ്രഷർ മാച്ചസിൽ കൊളാപ്സ് ആകുന്ന പാറ്റേൺ RCBക്ക് മുമ്പും കണ്ടതാണ്. CSKയുടെ സിറ്റുവേഷൻ അതിലും ദയനീയമാണ്. സീസൺ മുഴുവൻ അപ്പ് ആൻഡ് ഡൗൺ. ഒരു മാച്ച് ബ്രില്യന്റ്, അടുത്ത മാച്ച് കൊളാപ്സ്. MAയുടെ കഥ വളരെ പെയിൻഫുൾ ആണ്. സ്ട്രോങ് സ്ക്വാഡ് ഉണ്ടായിട്ടും ക്രൂഷ്യൽ മൊമെന്റ്സ് എല്ലാം കൈവിട്ടു. ഇനി വരുന്ന ചില മാച്ചസ് ഒഫീഷ്യലായി ലീഗ് മാച്ചസ് ആണെങ്കിലും റിയാലിറ്റിയിൽ നോക്കൌട്ട് മാച്ചസ് തന്നെയാണ്. RCB വേഴ്സസ് മുംബൈ. ഈ മാച്ച് തോൽക്കുന്ന ടീം ഓൾമോസ്റ്റ് പുറത്തേക്ക് പോകുന്ന സിറ്റുവേഷൻ വരാം. CSKക്ക് ഇനി മിക്ക മത്സരങ്ങളും മസ്റ്റ് വിൻ ആണ്. കൊൽക്കത്തയുടെ സിറ്റുവേഷൻ പോലും ഡേഞ്ചറസ് ആണ്. ഒരു ബാഡ് ഗെയിം, സീസൺ ഓവർ. നിലവിൽ പ്ലേ ഓഫ് ഏകദേശം ഉറപ്പിച്ച 2 ടീമുകളുണ്ട്. മെയ് 8 പ്ലേയിംഗ് ടേബിളിന്റെ അടിസ്ഥാനത്തിൽ 11 കളികളിൽ നിന്ന് 14 പോയിന്റോടെ തലപ്പത്ത് നിൽക്കുന്ന സൺറൈസേഴ്സ് ഹൈദരാബാദും തൊട്ടു പിന്നിൽ 13 പോയിന്റുമായി പഞ്ചാബ് കിങ്സും. ഈ സീസൺ ഇവർ രണ്ടും വേറെ ലെവൽ ഫോമിലാണ്. ഇനിയുള്ള മത്സരങ്ങളിൽ 1-2 ജയം കൂടി നേടിയാൽ ടോപ്പ് 2 ഇവരുടെ പോക്കറ്റിലാകും. എന്നാൽ 3-4 സ്ഥാനത്തുള്ളവരുടെ കഥ അങ്ങനെയല്ല. ഇനി 3-4 സ്ഥാനങ്ങൾക്ക് വേണ്ടിയുള്ള ശരിക്കുള്ള കൂട്ടത്തള്ളി ഇവിടെയാണ്. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ, രാജസ്ഥാൻ റോയൽസ്, ഗുജറാത്ത് ടൈറ്റൻസ് എന്നിവർക്ക് 10 കളികളിൽ നിന്ന് 12 പോയിന്റ് വീതമുണ്ട്. ഇതിൽ പ്ലസ് റൺ റേറ്റിന്റെ പിൻബലമുള്ളത് കൊണ്ട് RCB കുറച്ചുകൂടി സേഫ് ആണെന്ന് പറയാം. ഗുജറാത്തിന് നെഗറ്റീവ് റൺ റേറ്റ് ഒരു വില്ലനായി നിൽക്കുന്നുണ്ട്. ചെന്നൈ സൂപ്പർ കിങ്സ് ആരാധകർക്ക് നെഞ്ചിരിപ്പേറുന്ന സമയങ്ങളാണിത്. നിലവിൽ 10 കളികളിൽ 10 പോയിന്റുമായി അവർ 6ാം സ്ഥാനത്താണ്. ഇനിയുള്ള 4 മത്സരങ്ങളിൽ 3 എണ്ണമെങ്കിലും ജയിച്ച് 16 പോയിന്റിൽ എത്തിയാൽ മാത്രമേ CSKക്ക് പ്ലേ ഓഫ് സ്വപ്നം കാണാൻ കഴിയൂ. സഞ്ജു സാംസണും ഋതുരാജ് ഗെയ്ക്വാദ് ഉൾപ്പെടെയുള്ള താരങ്ങളുടെ ഫോമിലാണ് ആരാധകരുടെ പ്രതീക്ഷ. മുംബൈ ഇന്ത്യൻസ്, ലക്നൌ സൂപ്പർ ജയൻസ് എന്നീ ടീമുകളുടെ കാര്യം ഏകദേശം തീരുമാനമായി എന്ന് തന്നെ പറയാം. 10 കളികളിൽ വെറും 6 പോയിന്റുള്ള ഇവർക്ക് ഇനി അത്ഭുതങ്ങൾ സംഭവിച്ചാൽ മാത്രമേ എന്തെങ്കിലും സാധ്യതയുള്ളൂ. ഡൽഹി ക്യാപിറ്റൽസിനും കൊൽക്കത്തയ്ക്കും ഇനിയുള്ള എല്ലാ കളിയും ജീവൻ മരണ പോരാട്ടമാണ്. നമുക്ക് ഓരോ ടീമുകളുടെയും പ്ലേ ഓഫ് സാധ്യതകൾ വിശദമായി പരിശോധിക്കാം. സൺറൈസേഴ്സ് ഹൈദരാബാദ് 14 പോയിന്റ്സ്. നിലവിൽ 1ാം സ്ഥാനത്തുള്ള SRHന് പ്ലേ ഓഫ് ഉറപ്പിക്കാൻ ബാക്കിയുള്ള 3 കളികളിൽ ഒരു കളി മാത്രം ജയിച്ചാൽ മതി. പഞ്ചാബ് കിങ്സ് 13 പോയിന്റ്സ്. മികച്ച ഫോമിലുള്ള പഞ്ചാബിന് അടുത്ത 4 മത്സരങ്ങളിൽ നിന്ന് 1 അല്ലെങ്കിൽ 2 ജയം നേടിയാൽ സുരക്ഷിതമായി ടോപ്പ് 4 എത്താം. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു 12 പോയിന്റ്. LSUയുടെ അവസാന മത്സരം തോറ്റെങ്കിലും RCB ഇപ്പോഴും 3ാം സ്ഥാനത്ത് ശക്തമായി തുടരുന്നു. ബാക്കിയുള്ള 4 കളികളിൽ 2 എണ്ണം ജയിച്ചാൽ 16 പോയിന്റുമായി പ്ലേ ഓഫ് ഉറപ്പിക്കാം. ടൂർണമെന്റിൽ തന്നെ ഏറ്റവും മികച്ച നെറ്റ് റൺ റേറ്റ് ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് മറ്റു ടീമുകളെക്കാൾ വലിയൊരു മുൻതൂക്കം നൽകുന്നുണ്ട്. ബാക്കിയുള്ള എല്ലാ മത്സരങ്ങളും ജയിക്കുകയാണെങ്കിൽ ആദ്യ 2 സ്ഥാനങ്ങളിൽ ഒന്നിൽ ഫിനിഷ് ചെയ്യാനും സാധിക്കും. രാജസ്ഥാൻ റോയൽസ് 12 പോയിന്റ്സ്. മികച്ച റൺ റേറ്റുള്ള രാജസ്ഥാന് ബാക്കിയുള്ള 4 കളിയിൽ 2 ജയമാണ് പ്ലേ ഓഫിൽ എത്താൻ വേണ്ടത്. ഗുജറാത്ത് ടൈറ്റൻസ് 12 പോയിന്റ്. പോയിന്റ് നിലയിൽ ഒപ്പമുണ്ടെങ്കിലും നെഗറ്റീവ് റൺ റേറ്റ് ഗുജറാത്തിന് ഒരു വലിയ വെല്ലുവിളിയാണ്. പ്ലേ ഓഫ് ഉറപ്പിക്കാൻ അവർക്കും അടുത്ത 4 കളിയിൽ ചുരുങ്ങിയത് 2 എണ്ണമെങ്കിലും ജയിക്കണം. ചെന്നൈ സൂപ്പർ കിങ്സ് 6ാം സ്ഥാനത്തുള്ള ചെന്നൈക്ക് കാര്യങ്ങൾ അല്പം കടുപ്പമാണ്. 16 പോയിന്റ് എന്ന സുരക്ഷിത നിലയെത്താൻ ബാക്കിയുള്ള 4 കളികളിൽ 3 എണ്ണമെങ്കിലും അവർക്ക് ജയിച്ചേ തീരൂ. ഡൽഹി ക്യാപിറ്റൽസ് 8 പോയിന്റ്. ഡൽഹിക്ക് പ്ലേ ഓഫ് സാധ്യത നിലനിർത്തണമെങ്കിൽ ഇനിയുള്ള 4 മത്സരങ്ങളും തുടർച്ചയായി ജയിക്കണം. ഒപ്പം മറ്റു ടീമുകളുടെ മത്സരങ്ങളും അവർക്ക് അനുകൂലമാകണം. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് 9 മത്സരങ്ങൾ മാത്രം കളിച്ച KKRന് 5 കളികൾ ബാക്കിയുണ്ട്. ഇതിൽ 4 എണ്ണമെങ്കിലും ജയിച്ചാൽ മാത്രമേ അവർക്ക് പ്ലേ ഓഫ് സാധ്യമാകുകയുള്ളൂ. മുംബൈ ഇന്ത്യൻസ് ഇനിയുള്ള 4 കളിയും ജയിച്ചാലും പരമാവധി 14 പോയിന്റിൽ മാത്രമേ മുംബൈക്ക് എത്താൻ സാധിക്കൂ. നെഗറ്റീവ് റൺ റേറ്റ് കൂടി ഉള്ളതിനാൽ കാര്യങ്ങൾ ഏറെക്കുറെ അവസാനിച്ച മട്ടാണ്. ലക്നൌ സൂപ്പർ ജയൻസ് 6 പോയിന്റ്. RCBയെ പരാജയപ്പെടുത്തി പ്രതീക്ഷകൾ നിലനിർത്തിയെങ്കിലും LSUയും ഏറ്റവും അവസാന സ്ഥാനങ്ങളിലാണ്. ഇനിയുള്ള 4 കളിയും വലിയ മാർജിനിൽ ജയിച്ചാൽ മാത്രമേ എന്തെങ്കിലും സാധ്യതയുള്ളൂ. ഇതിനെല്ലാം പുറമെ നെറ്റ് റൺ റേറ്റ് ആയിരിക്കും അവസാന നിമിഷങ്ങളിൽ വില്ലനായി എത്തുക. അതുകൊണ്ട് തന്നെ ഇനിയുള്ള മത്സരങ്ങളെല്ലാം വലിയ മാർജിനിൽ വിജയിക്കാനാകും ടീമുകൾ ശ്രമിക്കുന്നത്. ചുരുക്കത്തിൽ ഹൈദരാബാദും പഞ്ചാബും പകുതി ടിക്കറ്റ് എടുത്തു കഴിഞ്ഞു. ബാക്കിയുള്ള 2 സ്ഥാനങ്ങൾക്ക് വേണ്ടി ബാംഗ്ലൂര്, രാജസ്ഥാൻ, ഗുജറാത്ത്, ചെന്നൈ എന്നിവർ തമ്മിൽ വലിയൊരു യുദ്ധം തന്നെ നടക്കും. കാര്യങ്ങൾ നിമിഷം പ്രതി മാറിമറിയാം. പക്ഷേ IPL എപ്പോഴും അൺപ്രഡിക്റ്റബിൾ ആണ്. ഇപ്പോൾ ടേബിളിന് താഴെയുള്ള ചില ടീമുകൾക്ക് പോലും ചാൻസ് ഉണ്ട്. ഒരു വൻ വിജയം അല്ലെങ്കിൽ ഒരു വൻ തകർച്ച, ഇതൊക്കെ പോയിന്റ് ടേബിളിനെ തന്നെ തലകീഴായി മറിക്കാം. അതുകൊണ്ടാണ് ഈ ഫേസ് IPLൽ ഏറ്റവും ഡേഞ്ചറസ് സ്റ്റേജ് എന്ന് പറയുന്നത്.